ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഡിസംബർ 23 നടന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിൻ്റെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ് ആൻസർ ചെയ്യുന്നത്. ഏറ്റവും പുതിയ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഞങ്ങൾ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്ത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. 3/12 എത്ര കൂട്ടിയാൽ 1 കിട്ടും? 3/12 എത്ര കൂട്ടിയാൽ 1 കിട്ടും? 3/4. 630 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 9 മണിക്കൂർ കൊണ്ട് 810 കിലോമീറ്റർ ഓടുന്നുവെങ്കിൽ തീവണ്ടിയുടെ ശരാശരി വേഗത എത്ര? മണിക്കൂറിൽ 90 കിലോമീറ്റർ. ഒരാൾ 13 മീറ്റർ കിഴക്കോട്ട് നടന്നതിന് ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 11 മീറ്റർ നടന്നു. വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 5 മീറ്റർ നടന്നു. വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 5 മീറ്റർ നടന്നു. എങ്കിൽ നടക്കാൻ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ നിൽക്കുന്ന ദൂരം 10. ഒരു ഭിന്നസംഖ്യയുടെ 1/8 ഭാഗം 4 ആയാൽ ഭിന്നസംഖ്യ ഏത്? ഒരു ഭിന്നസംഖ്യയുടെ 1/8 ഭാഗം 4 ആയാൽ ഭിന്നസംഖ്യ 32. ഒരു തോട്ടത്തിൽ 3249 തെങ്ങുകൾ ഒരേ അകലത്തിൽ നിരയായും വരിയായും നട്ടിരിക്കുന്നു. നിരയുടെ എണ്ണവും വരിയുടെ എണ്ണവും തുല്യമാണ്. എങ്കിൽ ഒരു വരിയിൽ എത്ര തെങ്ങുകൾ ഉണ്ട്? 57. ഒരു സംഖ്യയുടെ 4 മടങ്ങും 6 മടങ്ങും കൂട്ടിയപ്പോൾ 100 കിട്ടി. എങ്കിൽ സംഖ്യയുടെ 3 മടങ്ങ് എത്ര? 30. ആഗസ്റ്റ് 1 ചൊവ്വാഴ്ചയാണെങ്കിൽ നവംബർ 30 ഏത് ദിവസമായിരിക്കും? ആഗസ്റ്റ് 1 ചൊവ്വാഴ്ചയാണെങ്കിൽ നവംബർ 30 ഏത് ദിവസമായിരിക്കും? വ്യാഴം. 587 രൂപ സാധാരണ പലിശ കണക്കാക്കാവുന്ന ബാങ്കിൽ നിക്ഷേപിച്ചു. 5 വർഷം പൂർത്തിയായപ്പോൾ പലിശയും മുതലും തുല്യമായി. എങ്കിൽ 100 രൂപ ഒരു വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ ലഭിക്കുന്ന പലിശ 20. 126 പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും എണ്ണങ്ങൾ തമ്മിലുള്ള അംശബന്ധം 3:5 ആണ്. ആൺകുട്ടികളുടെ എണ്ണം പെൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ എത്ര കൂടുതലാണ്? 84. 75 ക്യൂബ് മൈനസ് 25 ക്യൂബ് ഡിവൈഡഡ് ബൈ 75 സ്ക്വയർ പ്ലസ് 75 ഇൻറ്റു 25 പ്ലസ് 25 സ്ക്വയർ. ഉത്തരം 50. Where did you go yesterday? The policeman told the boy. Choose the correct sentence in reported speech. The policeman asked the boy where he had gone the previous day. The athlete dashed on the ground and cried for help. The athlete lay on the ground and cried for help. Find the wrongly spelt word. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ സ്പെല്ലിംഗ് ഏത് വേർഡിനാണ്? ഒണോമെറ്റോഫിയ. The idiom on the trot means. On the trot means consecutively. The word catotrophobia means the fear of mirrors. Balu has written the book. Appropriate question tag. Balu has written the book, hasn't he? The meaning of the phrase carte blanche is the complete freedom to act as one thinks best. The antonym of the word redundant is necessary. Choose the correct sentence. I had left home before he came. I had left home before he came. The officer went dashed the report many times and approved it. Appropriate preposition ഏതാണ്?
over. The officer went over the report many times and approved it. ശരിയായ പദപ്രയോഗം കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയായ പദപ്രയോഗം കണ്ടെത്തുക. ഉത്തരം സി, സ്വാദിഷ്ടം. ശരിയായ ഭാഷാപ്രയോഗം തിരഞ്ഞെടുക്കുക. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയായ ഭാഷാപ്രയോഗം. ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഈ തീരുമാനം സ്വീകാര്യമായിരിക്കുമെന്ന് തോന്നുന്നില്ല. സിംഹഭാഗം എന്ന ശൈലിയുടെ അർത്ഥം. സിംഹഭാഗം എന്ന ശൈലിയുടെ അർത്ഥം വലിയ ഭാഗം. അച്ഛൻ എന്ന വാക്കിന് പര്യായമായി വരുന്ന പദമേത്? താഴെ തന്നിരിക്കുന്നവയിൽ അച്ഛൻ എന്ന വാക്കിന് പര്യായമായ പദം ഏത്? ജനകൻ. സ്മരിക്കുക എന്ന പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക. സ്മരിക്കുക എന്ന പദത്തിന്റെ വിപരീതം വിസ്മരിക്കുക. വെഞ്ചാമരം എന്ന പദം പിരിച്ചെഴുതിയാൽ. വെഞ്ചാമരം എന്ന പദം എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? വെൺ പ്ലസ് ചാമരം. വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം. വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം വിദുഷി. താഴെ പറയുന്നവയിൽ ബഹുവചനമല്ലാത്തത് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ ബഹുവചനമല്ലാത്തത് ഏത്? ഭാഗവതർ. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നതിൻ്റെ ഉചിതമായ മലയാള ശൈലി. നിത്യാഭ്യാസി ആനയെ എടുക്കും. ശോഭിച്ചവൻ എന്ന അർത്ഥം വരുന്ന പദം. ശോഭിച്ചവൻ എന്ന് അർത്ഥം വരുന്ന പദം ക്ഷുഭിതൻ. താഴെ പറയുന്ന വസ്തുക്കളിൽ ഉൽപ്പന്നത്തിന് ഉദാഹരണമാകുന്ന വസ്തുവേത്? താഴെ പറയുന്ന വസ്തുക്കളിൽ ഉൽപ്പന്നത്തിന് ഉദാഹരണമാകുന്ന വസ്തുവേത്? കർപ്പൂരം. LPGയുടെ ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റ് എത്ര? LPGയുടെ ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റ് എത്ര? 2%. LPG ലീക്ക് തിരിച്ചറിയുന്നതിനായി ഗന്ധം നൽകുന്നതിന് LPGയിൽ ചേർക്കുന്ന രാസവസ്തു ഏത്? ഈഥൈൽ മെർക്യാപ്റ്റൻ. ബ്ലീവ് എന്ന പദത്തിൻ്റെ പൂർണ്ണരൂപം എന്ത്? ബ്ലീവ് എന്ന പദത്തിൻ്റെ പൂർണ്ണരൂപം ബോയിലിംഗ് ലിക്വിഡ് എക്സ്പ്ലാൻഡിംഗ് വേപ്പർ എക്സ്പോഷൻ. ഹൈഡ്രോക്ലോറിക് ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതിന് പിന്നിലെ പ്രവർത്തന തത്വം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹൈഡ്രോളിക് ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതിന് പിന്നിലുള്ള തത്വം പാസ്കലിൻ്റെ നിയമം. ഹാനികരമായ വസ്തുക്കളുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ അപകടമുണ്ടായാൽ ഉപയോഗിക്കുന്നതിനായി ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വസ്തുവിൻ്റെ വിവരങ്ങൾ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്ന രേഖയാണ് ട്രംപ് കാർഡ്. ജലത്തിൻ്റെ ബാഷ്പീകരണ ലിനതാപം എത്ര? ജലത്തിൻ്റെ ബാഷ്പീകരണ ലിനതാപം എത്ര? 540 കിലോ കലോറി പെർ kg. ഡിസ്ചാർജ് ഹോൺ ഏതു തരം ഫയർ എക്സ്റ്റിംഗ്വിഷറിൻ്റെ ഭാഗമാണ്? കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിംഗ്വിഷർ. മണ്ണെണ്ണയുടെ ഫ്ലാഷ് പോയിന്റ് എത്ര? മണ്ണെണ്ണയുടെ ഫ്ലാഷ് പോയിന്റ് എത്ര? -38 ഡിഗ്രി സെൽഷ്യസ്. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏത്? രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ കെ. പ്രഥമ ശുശ്രൂഷയിൽ CPR എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? പ്രഥമ ശുശ്രൂഷയിൽ CPR എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? കാർഡിയോ പൾമിനറി റെസിറ്റേഷൻ.
താഴെ പറയുന്നവയിൽ എമർജൻസി ഹോർമോൺ ഏത്? എമർജൻസി ഹോർമോൺ അഡ്രിനാലിൻ. രക്തത്തിലെ ഓക്സിജൻ വാഹകർ താഴെ പറയുന്നവയിൽ ഏതാണ്? രക്തത്തിലെ ഓക്സിജൻ വാഹകർ ഏതാണ്? ഹീമോഗ്ലോബിൻ. വലിയ അളവിലുള്ള രക്തസ്രാവം നിയന്ത്രിക്കുന്നതിന് പ്രഥമ ശുശ്രൂഷ സമയത്ത് സ്വീകരിക്കാവുന്ന രീതി ഏത്? ബന്ധപ്പെട്ട പ്രഷർ പോയിന്റുകളിൽ തുടർച്ചയായി മർദ്ദം ചെലുത്തുക. താഴെ പറയുന്നവയിൽ ശ്വസിച്ചാൽ ഏറ്റവും അപകടകരമായത് ഏത്? കാർബൺ മോണോക്സൈഡ്. പ്രഥമ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? പൊള്ളലേറ്റ ഭാഗം ലഭ്യമായ തുണി ഉപയോഗിച്ച് കെട്ടിവെക്കണം. പൊള്ളലേറ്റ ഭാഗം ലഭ്യമായ തുണി ഉപയോഗിച്ച് കെട്ടിവെക്കണം. താഴെ പറയുന്നവയിൽ പ്രഥമ ശുശ്രൂഷകൻ ചെയ്യരുതാത്തത് ഏതാണ്? അറിയാവുന്ന ചികിത്സ നൽകണം. അസ്ഥിഭംഗത്തോടൊപ്പം അസ്ഥിമാംസ പേശികളും ത്വക്കും ഭേദിച്ച് പുറത്തുവരുന്നത്. അസ്ഥിഭംഗത്തോടൊപ്പം അസ്ഥിമാംസ പേശികളും ത്വക്കും ഭേദിച്ച് പുറത്തുവരുന്നത് വിഷമഭംഗം. IT നിയമത്തിലെ ഏത് വകുപ്പാണ് സൈബർ ഭീകരതയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? വകുപ്പ് 66F. കമ്പ്യൂട്ടർ ഉറവിടങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് IT ആക്ട് 2000 ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്? വകുപ്പ് 66D.